കോളിത്തട്ട് രണ്ടാമകൈയിൽ കാട്ടാന ഇറങ്ങി നാശം വിതച്ച സ്ഥലം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. ജനവാസ കേന്ദ്രത്തിനടുത്തുവരെ കാട്ടാനക്കൂട്ടം എത്തിയിരുന്നു. നിലവിൽ നമുക്ക് ഇവിടെ ആനയിറങ്ങുന്നതിന് പരിഹാരം എന്ന നിലക്ക് ഉൾക്കൽ പഞ്ചായത്തിന്റെ തന്നെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 5.5 കിലോമീറ്റർ ഫെൻസിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ വർക്ക് തുടങ്ങി. പക്ഷേ കോൺക്രീറ്റ് ചെയ്യാനോ ബാക്കിയുള്ള പരിപാടികളോ ഒന്നും നടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ മഴയൊന്ന് കുറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഏകദേശം ഈ ആഴ്ച തന്നെ കോൺക്രീറ്റിന്റെ പണിയും മറ്റു വർക്കുകളും നടക്കും. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഫെൻസിങ്ങിന്റെ പരിപാടി ഈ പറയുന്ന കാലാങ്കി മുതൽ പേരട്ട വരെയുള്ള 5.5 കിലോമീറ്റർ ഫെൻസിങ് പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിലേ കൂടി ആന ഇറങ്ങുന്നത് നമുക്ക് പരമാവധി ഒഴിവാക്കാൻ പറ്റും. അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് കോറേന്റെ ആ ഒരു ഭാഗമാണ്. ആ കോറേന്റെ ഭാഗത്ത് എന്തായാലും അതിലെ കോറേന്റെ തൊട്ടടുത്തേ കൂടി എന്തായാലും ആനക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുവരെ കോറേന്റെ 2 ഭാഗത്തും, അതായത് പേരട്ടയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കോറ വരെയും അതുപോലെ ഈ കാലാങ്കിയിൽ നിന്ന് കോറ വരെയും ഫെൻസിങ് എടുത്തിട്ട് ഒരു തരത്തിലും ആന ക്രോസ് ചെയ്യാൻ പ്രത്യേക പ്രൈവറ്റ്, അതായത് സാധാരണക്കാരുടെ പറമ്പിലേക്ക് ആന ഇറങ്ങാതിരിക്കാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുന്നതായിരിക്കും. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ AK ബാലൻ, ബീറ്റ് ഓഫീസർ മുകേഷ് KP, മിഥുൻ, രതീഷ് KK എന്നിവരാണ് സ്ഥലത്തെത്തിയത്. തോമസ് പുത്തൻപുര, ഷാജി വില്ലൻപാറ, KK ശിവദാസ്, സുനു കിനാത്തി, ദാസൻ കാഞ്ഞിരത്തിൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. അതായത് ഇവിടുത്തെ പ്രധാന കാരണം ഇവിടുത്തെ കാട് വെട്ടാത്തതാണ്. അതായത് ഒരു 500 ഏക്കർ സ്ഥലത്തോളം ഇവിടുന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ആളുകൾ സ്ഥലം എടുത്തിട്ടിരിക്കുകയാണ്. അവരൊരു 20 വർഷം 25 വർഷമായിട്ട് സ്ഥലം എടുത്തിട്ട് കാട് വെട്ടിത്തെളിക്കുന്നില്ല. അതുകൊണ്ട് ഈ പ്രധാനമായിട്ടും പഞ്ചായത്ത് തന്നെ ഇടപെട്ട് ഇവിടുത്തെ കാട് വെട്ടിത്തെളിക്കാനുള്ള ഒരു സംവിധാനം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒരു നടപടി ഉണ്ടാക്കണം. അതാണ് പ്രധാനമായിട്ട് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ആന ഇറങ്ങുന്നതിനെ സംബന്ധിച്ച്. പിന്നെ സാറ് ഇവിടെ പറഞ്ഞു ആന തൊട്ടിപ്പാലത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ. അതായത് ആ കോറയുടെ സൈഡിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. നമുക്ക് ഇവിടെ നേരെ പിടിച്ചാൽ ഫോറസ്റ്റുമായിട്ട് 1/2 കിലോമീറ്ററേ ഉള്ളൂ. കർണാടക ഫോറസ്റ്റുമായിട്ട് ബൗണ്ടറിയാണ്. അതിനിപ്പോൾ സാറ് പറഞ്ഞ ഏതാണ്ട് പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഉപാധികളൊക്കെ ചെയ്തു തീർന്നാലും പ്രധാനമായിട്ട് ഇവിടുത്തെ കാട് വെട്ടിത്തെളിക്കണം. അതാണ് അർജന്റായിട്ട് ചെയ്യുന്നത്. ഈ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ഈ പ്രദേശത്ത് ഈ താമസമില്ലാത്ത പ്രദേശത്തെ ആളുകളെ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തം അവരെ വിളിച്ചു ചേർക്കുകയും അവരെ ഒരു കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഈ കാട് വെട്ടിത്തെളിച്ച് അതുപോലെ തന്നെ ഈ ലൈൻ വരുന്നത് സ്ഥിരമായിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്തെ ബൗണ്ടറിയിലെ കാട് വെട്ടിത്തെളിക്കാനുള്ള സ്ഥിരമായി പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തത്തിലോ അല്ലെങ്കിൽ അതാത് പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തത്തിൽ ആ കാടുകൾ വെട്ടിത്തെളിച്ചുകൊണ്ട് പിന്നെ അതൊരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ പഞ്ചായത്ത് ഇടപെടണം. അതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഇപ്പം ഈ പണിയൊക്കെ തീരുന്നവരെയുള്ള ഒരു അവസ്ഥ വെച്ചാൽ ഇപ്പം 2 ദിവസമായി തുടർച്ചയായിട്ട് ആന ഇറങ്ങുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഈ പ്രദേശത്തെ ആളുകളെല്ലാം ഭീതിയിലാണ്. കാരണം മേലത്തെ തീറ്റയൊക്കെ തീർന്നു കഴിഞ്ഞാൽ സ്വയമായിട്ട് ആൾത്താമസ മേഖലയിലേക്ക് ഇറങ്ങും. അപ്പം അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഇതെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതിനെങ്ങനെയാലും ഒരു സംരക്ഷണം കൊടുക്കണം. എല്ലാവരും പറമ്പിലോട്ട് കയറി വരാൻ തന്നെ പേടിയാണ്. നമ്മൾ ഇവിടുന്ന് തന്നെയാണ് കുടിവെള്ളം കൊണ്ടുപോകുന്നത് താഴോട്ട്. ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും കയറി വരാനോ എല്ലാം ഭയന്നിട്ടാണുള്ളത്. അതിന് വേണ്ട നടപടികൾ ചെയ്യണം. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, UI and UX ഡിസൈനിങ്, വൈബ്സ് ആൻഡ് SAP, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അഡ്വാൻസ് എക്സൽ, പൈത്തൺ പ്രോഗ്രാമിംഗ്, ഇന്റീരിയർ ഡിസൈനിങ്, AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ. കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ. ന്യൂ ബസ് സ്റ്റാൻഡ്, ഇരിട്ടി. കോൺടാക്ട് 7559922299. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.